ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അപ്പമാണ്. ഒരു പാലപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന ഒരു സ്പെഷ്യൽ അപ്പം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റേ അധികമാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള എല്ലാ കറികളിലും കൂടെ പോകുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു സ്വാദിഷ്ടമായ അപ്പമാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് 1 കപ്പോളമുള്ള റവയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്ന റവയാണ്. നല്ല തരിതരിയുള്ള റവയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം, നല്ല പൊടിയായിട്ട് കിട്ടും വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മുടെ റവ നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മൈദയുടെ പോലൊക്കെ ഒത്തിരി കനം നല്ല ഫൈനായിട്ടൊന്നും കിട്ടത്തില്ല, എന്നാൽ അത്യാവശ്യം ഒരു പൊടിയായിട്ട് കിട്ടും ചെയ്യും. ഇനി ഇതിനകത്തോട്ട് അടുത്തത് നമ്മൾ ഏത് കപ്പിലാണ് അളവെടുത്ത് ആ ഒരു കപ്പോളം ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി 1 കപ്പ് സെയിം അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഏകദേശം ഒരു 2.5 നുള്ളോളം ഉള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്കറിയാം, പാലപ്പം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എപ്പോഴും പഞ്ചസാരയല്ലേ നമ്മുടെ മനസ്സിലുണ്ടാവുക, അപ്പം അല്ലെങ്കിൽ ആ ഒരു രുചിയല്ലേ നമ്മുടെ വായിലുണ്ടാവുക. അപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂണുള്ള പഞ്ചസാര. ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളമുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഏറ്റവും നല്ലത്, അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ ഏത് കപ്പിലാണോ അളവെടുത്തത് ആ കപ്പിൽ 2 കപ്പോളമുള്ള വെള്ളം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കുക, ചെറു ചൂടുവെള്ളം തന്നെ എടുക്കണം. അത്യാവശ്യം ചൂട് വേണം, എന്നാൽ ഒത്തിരി ചൂട് വേണ്ട, എന്നാൽ തീരെ ചൂട് കുറവും പാടില്ല. ഒരു മീഡിയം ആയിട്ടുള്ള രീതിയിലുള്ള 2 കപ്പോളമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനത് തുറന്ന് കാണിക്കാം എങ്ങനെയായിരിക്കും എന്ന്. ഇത് നമ്മൾ അപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അല്ലെങ്കിൽ മാവ് കലക്കുന്ന അതേ പരുവം തന്നെയാണ്. കണ്ടോ, ഇതിനകത്ത് അത്യാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ഈസ്റ്റ് ചേർത്തു എന്നുള്ളത് കൊണ്ട് നമ്മളിത് പൊന്താനൊന്നും വെക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പുളിപ്പൊക്കെ അല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഇത് രണ്ടും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ ദോശ പോലെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ്, അതുപോലെ പഞ്ചസാര, അതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ മാവ് ഇപ്പോൾ പാലപ്പത്തിന് വെള്ളപ്പത്തിനൊക്കെ നമ്മൾ മാവ് കലക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ പല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പത്തിൻ്റെ പരുവത്തിന് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ദോശ പോലെ എടുക്കാം, അല്ലെങ്കിൽ ഓട്ടട പോലെ എടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ 2-3 രീതിയിൽ കാണിക്കാം. പിന്നെ ഇതിന് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ, ഓയിലോ എന്താണെങ്കിലും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പാൻ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാൻ വയ്ക്കുക, എന്നിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ രാവിലെ, പ്രത്യേകിച്ച് ശനിയും ഞായറൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് മടിയൊക്കെ ഉള്ള ഒരു ദിവസമല്ലേ പൊതുവേ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഈസ്റ്റ് ചേർക്കണ്ട എന്നുള്ളവർക്ക് ഇതിന് പകരം ഞാൻ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ അതില്ലാതെ തന്നെ നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് ചുട്ടെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇതിന് നമുക്ക് എല്ലാ കറികളുടെ കൂടെ പോകുന്ന ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് 2 പുറം വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചിടേണ്ട കാര്യമില്ല. ഇത് നല്ലതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്ന് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊന്ന് മാറ്റാം. ഇതപ്പോൾ ഇവിടെ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്നും എടുത്ത് കാണിക്കാട്ടെ. കണ്ടോ, നല്ല അപ്പം പോലെയാണ് വന്നിരിക്കുന്നത്, നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകാണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ, നല്ലൊരു പ്രത്യേക ഒരു കളറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് നേരെ തിരിച്ചിട്ടിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് നല്ല ഭാഗം ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ദോശ പോലെ ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെയും ഞാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് റവ കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു പാലപ്പം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പം എന്നൊക്കെ പറയാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ റവയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടി ചേർക്കാം. അപ്പോൾ പല പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റവ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. നമുക്കറിയാലോ, റവ പൊടിച്ചിട്ട് വരുമ്പോൾ ചെറുതായിട്ട് ഒരു തരികൾ കാണും. അപ്പം അത് റവ തന്നെ ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. അത് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും കമൻസിൽ. അതുകൊണ്ട് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞത്. ഇനി ഞാനതൊന്ന് എത്രമാത്രം സോഫ്റ്റാണെന്ന് കാണിക്കാം. കണ്ടോ, ഞാൻ വെറും ഒട്ടും പ്രഷർ കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടാണിത് ഒന്ന് പറിച്ചെടുക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്നൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.